മംഗളൂരു സെൻട്രൽ ഗോവ വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടണമെന്ന ആവശ്യവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇക്കാര്യം ഉന്നയിച്ച് അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകിയതോടെ മലബാറിലെ യാത്രക്കാരുടെ ഈ ദീർഘകാല ആവശ്യം വീണ്ടും സജീവ ചർച്ചയായിരിക്കുകയാണ്. നിലവിൽ വളരെ കുറഞ്ഞ യാത്രക്കാരുമായി സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ കേരളത്തിലേക്ക് നീട്ടിയാൽ റെയിൽവേക്കും യാത്രക്കാർക്കും ഒരേപോലെ ലാഭകരമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നിലവിൽ മിക്ക ദിവസങ്ങളിലും ഈ വന്ദേ ഭാരത് ട്രെയിനിൽ ശേഷിയുടെ വെറും 30% യാത്രക്കാർ മാത്രമാണുള്ളത്. എന്നാൽ മലബാറിലേക്ക് നീട്ടുന്നതോടെ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. വ്യാഴാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി 10:45 തിരിച്ചെത്തുന്നത്. അതായത് രാത്രി 10:45 മുതൽ പിറ്റേന്ന് രാവിലെ 8:30 വരെ ട്രെയിൻ മംഗളൂരുവിൽ വെറുതെ കിടക്കുകയാണ്. ഈ സമയം ഉപയോഗപ്പെടുത്തി സർവീസ് കോഴിക്കോട്ടേക്ക് നീട്ടാനാകും. രാത്രി സമയങ്ങളിൽ ട്രെയിൻ നിർത്തിയിടാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ഒഴിവുണ്ട്. കൂടാതെ ഈ റൂട്ടിൽ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാനുള്ള ട്രാക്ക് ശേഷിയുണ്ടെന്നും റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് പോകുന്ന ഒട്ടേറെ മലയാളി തീർത്ഥാടകർക്കും മംഗളൂരുവിലെ പ്രമുഖ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്നവർക്ക് ഈ റൂട്ട് നീട്ടൽ വലിയ അനുഗ്രഹമാകും. നേരത്തെ യാത്രക്കാരുടെ സംഘടനകളും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് റെയിൽവേ ബോർഡ് അനുകൂല റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നുവെങ്കിലും അവസാന നിമിഷം അനുമതി നീണ്ടുപോകുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ പുതിയ ഇടപെടലോടെ റെയിൽവേ ബോർഡിൽ നിന്ന് അനുകൂല തീരുമാനം വേഗത്തിലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ.